അഭിമാനമാണ് തോന്നുന്നത്. വേറെ ഒന്നുമല്ല, ഏത് യുവജന സംഘടനയ്ക്ക് പറ്റും വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മാതൃകയാണ്. യൂത്ത് കോൺഗ്രസ് മറ്റുള്ള യുവജന പ്രസ്ഥാനങ്ങൾക്കും നൽകുന്ന വലിയൊരു മാതൃക കൂടിയാണ് ഈ ഒരു രാജി. അദ്ദേഹം കുറ്റക്കാരനായതുകൊണ്ടല്ല, അന്വേഷണ വിധേയമായിട്ടാണ് അദ്ദേഹം മാറി നിൽക്കുന്നത്. കാരണം പാർട്ടിയെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല കൂടി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു രാജിയെ യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ ഭാരവാഹികളും സ്വാഗതം ചെയ്യുകയാണ്. വീണ്ടും ആവർത്തിക്കുന്നു, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതുകൊണ്ടല്ല ഈ രാജി വെച്ചേക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാതെ പാർട്ടിയെ സ്നേഹിക്കുന്ന ഏതൊരു സാധാരണ പ്രവർത്തനം ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല തീരുമാനമാണ് ഏറെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്നാണ് വ്യക്തിപരമായി എന്റെ ഒരു അഭിപ്രായം. ഭാവി പ്രസിഡന്റ് എന്നതല്ലല്ലോ, നമ്മൾ ഒരാളെ മാറ്റിയിട്ട് പെട്ടെന്നൊരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക എന്നതല്ല ഇവിടുത്തെ ഒരു വിഷയം. നമുക്കിപ്പോൾ ഏറ്റവും വലിയൊരു വിവാദമായ ഒരു വിഷയം അത് കെട്ടടങ്ങും. അപ്പൊ ഇനി അത് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ അത് മുന്നോട്ട് പോട്ടെ. പിന്നെ ആര് നയിക്കണം അല്ല ആര് നയിക്കണ്ട, അതൊക്കെ പിന്നത്തെ നേതാക്കൾ അത് ഉചിതമായ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു കമ്മിറ്റി ഇപ്പോഴും നിലനിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസ് എല്ലാ സമരങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷ സമരങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും എല്ലാ ദിവസങ്ങളും നമ്മുടെ കേരളത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു യുവജന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്.